മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി അല്പസമയത്തിനകം വിധി പറയും. ജാമ്യം കിട്ടിയാൽ ഇന്ന് തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും. നമ്മുടെ പ്രതിനിധികളുണ്ട് തത്സമയം ശ്രീനാഥ് ചന്ദ്രനും അജീഷ് ജയകുമാറും. ഞാൻ അജീഷ് ജയകുമാറിലേക്കാണ് പോകുന്നത്. അജീഷ്, കോടതിയിൽ എന്താണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പുതിയ വിവരം? അല്പസമയത്തിനകം കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൃത്യസമയം നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഈ കോടതി വിധി വന്നതിന് ശേഷം എന്തായാലും അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദുർഗ് സെൻട്രൽ ജയിലിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ 9 ദിവസമായി ഈ 2 കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇടത് MP-മാരും ഈ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ അടക്കമുള്ളവർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ അവർ ഓരോരുത്തരായിട്ട് നമുക്ക് ഒരു പ്രതികരണം തേടാം. അദ്ദേഹം ഈ ഇടത് MP-മാർ ജോസ് കെ മാണി, ജോൺ ബ്രിട്ടാസ്, P സന്തോഷ് കുമാർ ആദ്യം വന്ന് കന്യാസ്ത്രീകളെ കണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും ഈ വിധി കാത്ത് ഇപ്പോൾ ഈ ജയിൽ പരിസരത്ത് തന്നെ ഇരിക്കുകയാണ്. ശ്രീ ജോസ് കെ മാണി, നമ്മളുടെ പ്രതീക്ഷ എന്താണ്? വീണ്ടും കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുമെന്ന് അല്ലെങ്കിൽ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയല്ലേ? ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞങ്ങൾ ഇന്നലെ വന്നിരുന്നു, കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ ഇവിടെ സിസ്റ്റേഴ്സ് ഇന്ന് രാവിലെ കണ്ടപ്പോൾ അവർക്ക് ഈ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അതെല്ലാം നമ്മൾ സൂചിപ്പിച്ചു. ഇവിടെ ബെയിൽ എന്നുള്ളത് അല്പ ആശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ, സാങ്കേതികമായ കാര്യം. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ കൊടുക്കുന്ന ഈ റിപ്പോർട്ട്, അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ട്, അതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വാഷാണ്. അല്ലെ, അതല്ല വേണ്ടത്, അതല്ലേ ഭരണകൂടം ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ ഇത് നിയമക്കുരുക്കിലേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇത് 2 സിസ്റ്റേഴ്സിന്റെ ഒരു കാര്യം മാത്രമല്ല, ഇത് അതിനേക്കാൾ പ്രധാനമായി ഒരു രാജ്യത്തിന്റെ, ഒരു സമൂഹത്തിന്റെ വിഷയമാണ്. അതുകൊണ്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഈ കേസ് ഇപ്പോൾ ജാമ്യം കിട്ടുന്നത് ഒരു പ്രാഥമിക നടപടി മാത്രമാണ്. ജാമ്യം കിട്ടിക്കഴിഞ്ഞാലും ഈ കേസ് തന്നെ ഇല്ലാതാവണം. കാരണം ഒരു വ്യാജ കേസാണെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP നമ്മളിപ്പോൾ ഈ അമിത്ഷായ്ക്ക് ഉറപ്പ് നൽകിയത് പോലെയുള്ള കാര്യങ്ങൾ, അതായത് ഈ പ്രോസിക്യൂഷന്റെ ജാമ്യാപേക്ഷ എതിർക്കില്ല. കൂടാതെ തന്നെ ഈ BJP-യിൽ തന്നെ ഒരു 2 അഭിപ്രായമുണ്ട്. അതായത് ഇന്നിപ്പോൾ കുറച്ചു നേരം മുമ്പ് BJP-യുടെ ഛത്തീസ്ഗഡ് ഔദ്യോഗികമായിട്ട് അവരുടെ ഔദ്യോഗിക പേജിൽ നിന്നൊരു പോസ്റ്റ് വന്നു. ഈ കന്യാസ്ത്രീകൾ 2 പെൺകുട്ടികളെ കയറിട്ട് വലിച്ചുകൊണ്ടുപോകുന്നൊരു കാർട്ടൂൺ ചിത്രമൊക്കെ വെച്ചിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടത്. അത് അരമണിക്കൂർ കഴിയുമ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലേ ഈ BJP-യുടെ 2 സംസ്ഥാനങ്ങളിലെ ഘടകങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഹതഭാഗ്യവരായ പാവപ്പെട്ട 2 കന്യാസ്ത്രീകളെ കൊടും ക്രിമിനലുകളൊപ്പം ഇവിടെ അടച്ചിട്ട് അവരെ മനുഷ്യക്കടത്തിൻ്റെ പ്രതീകമായി കാർട്ടൂൺ വരയ്ക്കുക, അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക. അതായത് ഇതൊക്കെ യഥാർത്ഥത്തിൽ സ്വഭാവഹത്യയ്ക്ക് അപ്പുറത്ത് വലിയൊരു ക്രിമിനൽ നടപടിയല്ലേ. പിന്നെ BJP-ക്ക് 2 നിലപാടൊന്നുമില്ല, ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് തന്നെയാണിത്. കേരളത്തിലെ BJP ഒന്നും ഇവിടെയുള്ള BJP-ക്കാർ അംഗീകരിച്ചിട്ടില്ല. കേരളത്തിലെ RSS സംഘപരിവാർ തന്നെ ഈ പറയുന്ന കന്യാസ്ത്രീകളെ ജയിലിലിടണമെന്നുള്ള അഭിപ്രായക്കാരാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖരന് അടുത്ത തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചില ലക്ഷ്യങ്ങളുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം പുറമേക്ക് ചില നാടകങ്ങൾ, കപട നാടകങ്ങൾ ആടുന്നുണ്ട്. അതല്ലെങ്കിൽ BJP-ക്കും സംഘപരിവാറിനും വ്യക്തമായ നിലപാട് തന്നെയാണ്. അത് ഇതുപോലുള്ള കന്യാസ്ത്രീകളെ, പാവപ്പെട്ടവരെ, ഇവരെയൊക്കെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വേട്ട നടക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 2 വർഷം മുമ്പ് നാരായൺപൂരിൽ നടന്നിട്ടുള്ള ഈ പറഞ്ഞ അതിക്രമങ്ങളുടെ ശൃംഖല പരിശോധിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിലൊന്നും വലിയ അതിശോക്തിയോ അത്ഭുതമോ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ. മാത്രമല്ല, കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് BJP-യുടെ ഛത്തീസ്ഗഡിലെ ഔദ്യോഗിക പേജിൽ നിന്ന് ഒരു പ്രതികരണം വന്നു. ഇപ്പോൾ ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് സംബന്ധിച്ച് പറയാം. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, നിങ്ങൾക്കെല്ലാം ബോധ്യമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ നിങ്ങൾ വിട്ട വാർത്തയല്ല യഥാർത്ഥത്തിൽ കോടതിയിൽ സംഭവിച്ചത്. തീർച്ചയായിട്ടും അവിടെ ഇന്നലെ കസ്റ്റഡി ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷനിലെ ഒരു കാരണവശാലും സർക്കാർ എതിർത്തില്ല. സർക്കാരിൽ കൊണ്ട് ഈ വിഷയത്തിൽ അവർക്ക് നീതി കിട്ടാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ പറയാം, എല്ലാം പറയാം. ഇവിടുത്തെ ഔദ്യോഗിക പോസ്റ്റിൽ ഇപ്പോൾ ഷോൺ ജോർജ് ഈ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും BJP-യുടെ ഛത്തീസ്ഗഡ് ഘടകത്തിന്റെ ഔദ്യോഗിക എക്സ് പേജിൽ നിന്നൊരു പോസ്റ്റ് വന്നതിനെ പറ്റി അദ്ദേഹം പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. എന്തായാലും ഈ കേരളത്തിലെ BJP-യുടെ അഭിപ്രായമല്ല, നിലപാടല്ല ഇവിടെ ഉള്ളത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ആ പോസ്റ്റ് വലിയ വിവാദമായതിന് പിന്നാലെ, അത് വാർത്തയായതിന് പിന്നാലെ അരമണിക്കൂർ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 33 മിനിറ്റ് മാത്രമാണ് ആ പോസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് പിൻവലിക്കപ്പെട്ടു, അത് മുക്കുകയും ചെയ്തു. എന്തായാലും BJP-യുടെ ഇവിടുത്തെ നിലപാടെന്ന് പറയുന്നത്
വ്യത്യസ്തമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം ഈ അമിത്ഷാ അടക്കം പറഞ്ഞതുപോലെ, അതായത് ഈ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്ന് പറഞ്ഞത് വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അവസാനം അത് എതിർത്തു. പല കാര്യങ്ങളിലും നിലപാട് മയപ്പെടുത്തിയെങ്കിലും എതിർത്തു എന്നുള്ളത് സത്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് BJP സംസ്ഥാന ഛത്തീസ്ഗഡ് ഘടകത്തിന് ഈ കന്യാസ്ത്രീകളെ അല്ലെങ്കിൽ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ആരോപണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്പസമയം മുൻപ് കണ്ട ഒരു എക്സ് പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത്. അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ നിലപാട് അവിടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായി അതിനെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യാം.